എന്റെ പേടി എന്തെന്നറിയോ? ചന്ദ്രശേഖരൻ ജയിലിലായത് അയാളുടെ കുറ്റം കൊണ്ടല്ല, രാധികയെ കൊണ്ടാണെന്നാ ആ അമ്മയും മോനും വിശ്വസിക്കുന്നത്. അതിന്റെ പേരില് അവരിനി പക തീർക്കോ എന്തോ? എന്തു മനുഷ്യരായ യശോദയെ ഇവരൊക്കെ? കൊലപാതകമാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ മോളെ ചുട്ടുകരിച്ചു കൊന്നു. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ എല്ലാവരുടെയും മുന്നിൽ നിന്നു. ആ, അതിനുള്ളതാ അനുഭവിക്കുന്നത്. അവിടെ കിടക്കട്ടെ. ഉള്ളതൊക്കെ വെട്ടിപ്പിടിക്കാൻ നടന്നതല്ലേ. കൈയും കാലും നീട്ടാൻ പറ്റാത്തൊരു മുറിയുണ്ട് സ്വന്തമായിട്ട്. വഴി വിട്ടു നടക്കുന്നവരുടെ എല്ലാവരുടെയും യോഗം ഇതൊക്കെ തന്നെയാ. അമ്മേ, അമ്മയ്ക്ക് ചായ വേണോ? വേണ്ട. വരുണിനോടും പരമേശ്വരേട്ടനോടും ദേവേട്ടനൊന്ന് പറയണം. രാധിക മോക്ക് അവിടെ ഒരു പ്രശ്നവും ഉണ്ടാവരുതെന്ന്. കാര്യം ശരി, നമ്മൾ വലിയ ഗതിയിലൊന്നുമല്ല. പല കാര്യങ്ങളും നമ്മൾ കൂട്ടിയാൽ കൂടുകയില്ല. പക്ഷെ നമ്മുടെ മോളെന്തോ പുണ്യം ചെയ്തവളാ. അതുകൊണ്ടാണ് അമ്മയെപ്പോലെ കരുതുന്ന ഫിദ മേഡം അവളുടെ സംരക്ഷകയായിട്ടുള്ളത്. പിന്നെ ഫിദ മേഡം ഏർപ്പാടാക്കിയ മിടുക്കത്തി വക്കീലുണ്ടല്ലോ, പറയാതിരിക്കാൻ വയ്യ. എത്ര പെട്ടെന്ന് കാര്യങ്ങൾക്കൊരു തീർപ്പുണ്ടാക്കിയത്. വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ചന്ദ്രശേഖരൻ ഇപ്പോഴും മതിച്ച് പുറത്തു നടന്നേനെ. ഫിദ മേഡവും അഡ്വക്കേറ്റ് ആരതി വർമ്മയും അവളുടെ കൂടെ ഉള്ളപ്പോ ബാക്കി ഒന്നിനെ എനിക്ക് പേടിയില്ല. കാണുന്നവരെല്ലാം അവളെ സ്വന്തം മോളായിട്ടോ അനുജത്തിയായിട്ടോ ഒക്കെയാ കാണുന്നത്. ഇത്രയും വലിയ കേസുകളൊക്കെ വാദിക്കുകയും ജയിക്കുകയും ചെയ്യുന്ന ആരതി വർമ്മ എന്റെ സ്വന്തം അനുജത്തിയെന്നാ കാണുന്നവരോടൊക്കെ പറയുന്നത്. അവളുടെ ഭാഗ്യം അല്ലാണ്ടെന്താ? അതെ, ജന്മഭാഗ്യം ഇല്ലാന്ന് പറയുന്നവർക്ക് മറുപടിയാ അവളുടെ കർമ്മഭാഗ്യം. ഞാനൊന്ന് കിടക്കട്ടെ. മരുന്നുകളൊക്കെ ഫലിക്കുന്നുണ്ട്. അമ്മ അല്പം ശാന്തമായി തുടങ്ങി അല്ലേ യശോദേ? അതെ ദേവേട്ട. ഒരു പെൺകുട്ടി കത്തിക്കരിഞ്ഞ് മരിച്ചുപോയിട്ട് ആ കത്തിക്കരിഞ്ഞ ശരീരത്തിന് വിലയിട്ട് കൈക്കൂലി വാങ്ങിച്ച ആളാ ഇദ്ദേഹം. ഈ സിയെ കുറിച്ചൊക്കെ
നിങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാലോ. ഹ്. ഈ ഏമാൻ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെ കുറിച്ചും അറിയാലോ. നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കാൻ വേണ്ടി സർക്കാർ ശമ്പളം കൊടുക്കുന്ന ഇയാളെ പോലെയുള്ള ആളുകള് നമ്മളെ തന്നെ തിരിഞ്ഞു കൊത്താമെന്ന നമ്മൾ എന്താ ചെയ്യണ്ടേ? എന്താ ചെയ്യണ്ടേ? തല്ലി കൊല്ലണോ അവനെ? കൊറ ഒന്നുകൂടി. ഇത് നമ്മൾ തമ്മിലുള്ള കണക്കിലില്ല. ഇത് അമ്മയ്ക്ക് വേണ്ടിയാ. ഇവനൊക്കെ അങ്ങനെ തന്നെ വേണം. ഇനി ഇതുപോലെ ഇവിടെ കൂടി നിൽക്കുന്ന ആര് പറഞ്ഞാലും അവരുടെ പേരിൽ ഞാൻ നിന്നെ അടിച്ചിരിക്കും കേട്ടോ. അടിക്കരുത്. എടോ, ഇതല്ലോ തന്നോട് കുറെ തവണ ഞാൻ പറഞ്ഞത്. അപ്പോ താനങ്ങ് അഹങ്കാരം കാണിച്ചു. പോലീസ് യൂണിഫോം ദേഹത്തുനിന്ന് ഊരിയ പിന്നെ ഞാനും താനും ഒരുപോലെയാ. ഈ തെരുവിൽ കിടന്ന് നമ്മൾ തമ്മിൽ തല്ലിയ ആരോഗ്യമുള്ളവനെ ജയിക്കൂ. ഒരു കാര്യം താൻ മനസ്സിൽ ഓർത്തോ, ദേഹത്ത് കാക്കി യൂണിഫോം ഇല്ലെങ്കിലേ പിന്നെ തെരുവില് പുഴുത്ത പട്ടികളെ പോലെ ആളുകൾ തന്നെ ഓടിച്ചിട്ട് തല്ലും. ഇത്രേ ഉള്ളടാ നീയൊക്കെ. പെട്ടെന്ന് ആ വണ്ടി എടുത്ത് മാറ്റാൻ നോക്ക്, ഇല്ലെങ്കിൽ